നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന തിയറം let x be a metric space then x is said to be compact if and only if every sequence in x has a conversion subsequence. അതായത് എക്സ് എന്ന് പറയുന്ന മെട്രിക് സ്പേസിൽ എക്സ് കോമ്പാക്റ്റ് ആണെങ്കിൽ എക്സിലെ ഏതൊരു സീക്വൻസ് എക്സ് എന്ന് എടുത്താലും അതിനൊരു കൺവേർഷൻ സബ്സീക്വൻസ് ഉണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അസ്യൂം ചെയ്തു എക്സ് എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്, അതുപോലെ എക്സിൽ സീക്വൻസ് എക്സ് എന്ന് എടുത്താൽ അതിന് ഒരു കൺവേർജൻ സബ്സീക്വൻസ് ഇല്ല എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നമ്മളൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കാനാണ് നമ്മൾ പ്ലാൻ. അപ്പോൾ നമ്മളുടെ സീക്വൻസ് എക്സ് എന്നിന് ഒരു കൺവേർജൻ സബ്സീക്വൻസ് ഇല്ല. നമുക്ക് പറയാൻ പറ്റും സീക്വൻസ് എക്സ് എന്നിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ടേംസ് ആണുള്ളത്. അല്ലെങ്കിൽ എന്തുണ്ടാവുക, ഇപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ടേംസ് ആയിരുന്നുവെങ്കിൽ ഒരു ഫൈനൈറ്റ് നമ്പേഴ്സേ അതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സീക്വൻസ് കൺവേർജൻ്റ് ആയിരിക്കും, അപ്പോൾ സബ് സീക്വൻസ് കൺവേർജൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്കത് പറ്റില്ല. നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താ, നമ്മുടെ സീക്വൻസ് എക്സ് എന്നിന് കൺവേർജൻ സബ് സീക്വൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് എക്സ് എന്നിലെ ടേംസുകൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ടേംസ് ആണ് ഉണ്ടായിരിക്കുക. ഇനി ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും നമുക്കൊരു ബോൾ കിട്ടും. ബി എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ബോൾ കിട്ടും. ആ ബോളിൻ്റെ പ്രത്യേകത എക്സ് സെൻറ്ററായിട്ട് എപ്സിലോൺ റേഡിയസ് വരുന്ന ബോൾസുകളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബോളിൻ്റെ ഉള്ളിൽ സീക്വൻസ് എക്സ് എന്നിലെ എക്സ് അല്ലാത്ത വേറൊരു ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റും കൂടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബോൾസുകളാണ് അവയെല്ലാം. അപ്പോൾ ഞാനിങ്ങനെ എപ്സിലോൺ ചെറുതാക്കി അതായത് ഈ ഓപ്പൺ ബോൾസിനെ ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അവരെല്ലാവരും എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. കാരണം എന്താ, ഇപ്പോൾ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എക്സ് സെൻറ്ററായിട്ട് വരുന്ന ഏതൊരു ഓപ്പൺ ബോൾ എടുക്കുമ്പോഴും എനിക്ക് അതിൽ സീക്വൻസ് എക്സ് എന്നിൻ്റെ ഉള്ളിലത്തെ വേറെ പോയിൻറ്റ്സ് കിട്ടും. ഇപ്പോൾ വൈ എന്ന് പറയുന്ന സീക്വൻസ് വൈയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈയുടെ ഏതൊരു ഓപ്പൺ ബോൾ എടുത്താലും അതിൻ്റെ ഉള്ളിൽ സീക്വൻസ് വൈനിൽ ഓൾമോസ്റ്റ് ഓൾ ടേംസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഓപ്പൺ ബോൾ എടുത്താലും ആ ഓപ്പൺ ബോളിൻ്റെ ഉള്ളിൽ സീക്വൻസ് എക്സ് എന്നിലത്തെ കുറേ ടേംസ് കിട്ടും. അതായത് എക്സ് ലിമിറ്റ് പോയിൻ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സിലേക്ക് നമ്മളുടെ ഈ സീക്വൻസ് എക്സ് എന്നിൻ്റെ സബ് സീക്വൻസ് കൺവേർട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അങ്ങനെ വരാൻ പാടില്ല. കാരണം നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്നത് സീക്വൻസ് എക്സ് എന്നിന് കൺവേർജൻ സബ് സീക്വൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു എപ്സിലോൺ എക്സ് എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ബി എപ്സിലോൺ എക്സ് ഓഫ് എക്സ് കണ്ടെയ്ൻസ് നോ പോയിൻറ്റ്സ് ഫ്രം സീക്വൻസ് എക്സ് എൻ എക്സെപ്റ്റ് പോസിബിളി എക്സ് ഇറ്റ് സെൽഫ്. എക്സ് അല്ലാതെ സീക്വൻസ് എക്സ് എന്നിലെ ഒറ്റ ടേംസും എവിടെ ഉണ്ടാവില്ല, ബി എപ്സിലോൺ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഓപ്പൺ ബോൾസിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇനി അപ്പോൾ ഇങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഓപ്പൺ ബോൾസുകളാണ് നമ്മൾ എടുക്കുന്നത്. ബി എപ്സിലോൺ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന കളക്ഷൻ എടുക്കുകയാണ്. അതായത് എക്സിൻ്റെ ഉള്ളിലുള്ള ഏതൊരു എക്സ് എടുത്താലും എല്ലാ എക്സുകൾ എടുത്താലും ആ എല്ലാ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓപ്പൺ ബോൾസുകൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പൺ ബോൾസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെ കവർ ചെയ്യാം. അതായത് കളക്ഷൻ ഓഫ് ഓപ്പൺ ബോൾസ് സച്ച് ദാറ്റ് ബി എപ്സിലോൺ എക്സ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ കവർ ഓഫ് എക്സ് ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ള കളക്ഷനിലെ കുറച്ച് ഫൈനൈറ്റ് നമ്പേഴ്സിൻ്റെ മാത്രം യൂണിയൻ ഞാൻ എടുത്തു. 1, 2 അല്ലെങ്കിൽ 3 ബോൾസുകളുടെ യൂണിയൻ എടുത്തു. ഇപ്പോൾ ബി എപ്സിലോൺ x1 ഓഫ് x1 എന്ന് പറയുന്ന ബോളിൻ്റെ പ്രത്യേകത എന്താ, എപ്സിലോൺ x1 റേഡിയസ് ആയിട്ട് x1 സെൻറ്റർ ആയിട്ടുള്ള ബോളാണ്. അതിൻ്റെ ഉള്ളിൽ സീക്വൻസ് എക്സ് എന്നിൽ x1 മാത്രമേ ഉള്ളൂ. അതുപോലെ ഓരോ ബോൾസുകൾ എടുക്കുമ്പോഴും ഓരോ ബോൾസിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാത്രമാണ് സീക്വൻസ് എക്സ് എന്നിലത്തെ ഉണ്ടാവുള്ളൂ, ബാക്കി ആരും ഉണ്ടാവില്ല. അപ്പോൾ n ബോൾസുകളുടെ യൂണിയൻ എടുത്താൽ മാക്സിമം n എലമെൻറ്റ്സേ സീക്വൻസ് എക്സ് എന്നിൽ നിന്ന് ഉണ്ടാവും, n കൂടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദി യൂണിയൻ ഓഫ് എവറി ഫൈനൈറ്റ് നമ്പർ ഓഫ് ദീസ് ബോൾസ് കണ്ടെയ്ൻസ് അറ്റ് മോസ്റ്റ് n ടേംസ് ഇൻ ദ സീക്വൻസ്. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം സീക്വൻസ് എക്സ് എന്നിൽ ഓൾറെഡി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ടേംസ് ഉണ്ടെന്ന്. ഈ സീക്വൻസ് എക്സ് എന്നിൽ പോലും ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ ബോൾസ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഈ എക്സിനെ ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ ബോൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് നമ്മളുടെ ഇവിടുത്തെ ഒരു ഓപ്പൺ കവർ എടുത്തിട്ട് ഇവിടുത്തെ ഓപ്പൺ കവർ ഏതാ, കളക്ഷൻ
കളക്ഷൻ ഓഫ് ഓപ്പൺ ബോൾസ്, ഇങ്ങനത്തെ ഓപ്പൺ ബോൾസ് ബി എപ്സിലോൺ എക്സ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഓപ്പൺ കവറിന് ഒരു ഫൈനൈറ്റ് സബ് കവർ ഇല്ലയെന്ന് കിട്ടും. കാരണം ഇങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ ബോൾസ് എടുത്തിട്ട് എക്സിനെ കവർ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമ്മളെടുത്ത ഓപ്പൺ കവറിന് ഫൈനൈറ്റ് സബ് കവർ ഇല്ല. ഇത് കോൺട്രഡിക്ഷനാണ്. കാരണം നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ, എക്സ് കോമ്പാക്റ്റ് ആണെന്നാണ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ് കോമ്പാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് നമ്മളുടെ ഓപ്പൺ കവറിന് ഫൈനൈറ്റ് സബ് കവർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളുടെ സീക്വൻസ് എക്സ് എന്നിന് കൺവേർജൻസ് സബ് സീക്വൻസ് ഇല്ല എന്നാണ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തെറ്റാണ്. എക്സ് കോമ്പാക്റ്റ് ആണെങ്കിൽ ഏതൊരു സീക്വൻസ് എക്സ് തന്നെ എടുത്താലും അതിന് ഒരു കൺവേർജൻസ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ഇതാണ് ഫസ്റ്റ് പോർഷൻ. ഇനി നമുക്കിതിൻ്റെ കോൺവേഴ്സാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ടാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട്, അതായത് എന്താ, എക്സ് എന്ന് പറയുന്ന മെട്രിക് സ്പേസിലെ സീക്വൻസ് എക്സ് എൻ എടുത്താൽ ഏതൊരു സീക്വൻസ് എടുത്താലും അതിന് കൺവേർജൻസ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് കോമ്പാക്റ്റ് ആണെന്ന് കാണിക്കണം. എക്സ് കോമ്പാക്റ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം. ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് കാണിക്കണം. അപ്പം ഞാനൊരു ആർബിട്രറി ആയിട്ടുള്ളൊരു ഓപ്പൺ കവറാണ് എടുക്കണേ. കളക്ഷൻ ജി ആൽഫ എന്ന് പറയുന്ന ആർബിട്രറി ആയിട്ടുള്ളൊരു ഓപ്പൺ കവർ എടുത്തു. ഇനി ഇതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് കാണിച്ചാൽ നമ്മുടെ പ്രൂഫായി. അതിന് വേണ്ടിയിട്ട് ഒരു റിസൾട്ടാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഏതൊരു സീക്വൻസ് എക്സ് തന്നെ എടുത്താലും അതിന് കൺവേർജൻസ് സബ് സീക്വൻസ് ഉണ്ടെങ്കിൽ ആ സ്പേസ് സെപ്പറബിൾ ആയിരിക്കും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ അതിൻ്റെ റിസൾട്ട് മാത്രം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. പ്രൂഫ് ഒരു ഔട്ട്ലൈൻ പോലെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എടുത്തു, x1 എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് എക്സ് എടുത്തു, ഡിസ്റ്റൻസ് ഓഫ് x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഡെൽറ്റ വരത്തക്ക രീതിയിൽ ഒരു x2 ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതുപോലെ x3 ചൂസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഓഫ് x1 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ, ഡിസ്റ്റൻസ് ഓഫ് x2 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ. അങ്ങനെയാണ് ഓരോ ടേംസും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് x1 ചൂസ് ചെയ്യാം, x2 x3 അങ്ങനെ എക്സെട്ര xj വരെ ചൂസ് ചെയ്യാം. ഇപ്പോൾ xj+1 എങ്ങനെയായിരിക്കണം, ഡിസ്റ്റൻസ് ഓഫ് xi xj+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ആയിരിക്കണം. വേർ i റണ്ണിങ് ഫ്രം 1 2 3 എക്സെട്ര j ആയിരിക്കണം. ഇനി നമ്മൾ ഇങ്ങനെ സീക്വൻസ് ഈ x1 x2 എക്സെട്ര എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഒരു പോയിന്റ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് ഇങ്ങനെ വലിയൊരു സീക്വൻസ് കിട്ടും. പക്ഷേ ഇങ്ങനൊരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ x1 x2 x3 അങ്ങനെ വലിയൊരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സീക്വൻസ് ഒരിക്കലും കൺവേർജ് ചെയ്യില്ല. കാരണം ഒരു സീക്വൻസ് എക്സിന് എക്സിലേക്ക് കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ സീക്വൻസിലത്തെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഇവിടെയുള്ള ടേംസുകളുടെ പ്രത്യേകത എന്താ, എല്ലാ ടേംസിനെയും ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡെൽറ്റയാണ്. ഇപ്പം ഞാൻ y എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു Δ/2 എന്ന് പറയുന്ന നൈബർഹുഡിൻ്റെ ഉള്ളിൽ ഈ സീക്വൻസിൻ്റെ ഉള്ളിലത്തെ ഒറ്റ ആൾക്കാരും ഉണ്ടായിരിക്കില്ല. കാരണം എന്താ, എല്ലാവരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റയാണ്. സോ ഇതൊരു ഡൈവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഇതിന് കൺവേർജൻസ് സബ് സീക്വൻസ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളുടെ അസംഷൻ എന്താണ്, നമ്മുടെ സീക്വൻസ് എക്സിന് കൺവേർജൻസ് സബ് സീക്വൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വരെ പറ്റുള്ളൂ. അതൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസുകളുടെയൊക്കെ എപ്സിലോൺ നൈബർഹുഡ് എടുത്തിട്ട് അവരുടെയൊക്കെ നൈബർഹുഡ്സിൻ്റെ യൂണിയൻ എടുക്കണം. അപ്പോൾ അത് എക്സ് ആണ് വരിക. അങ്ങനെ ഓരോ ഡെൽറ്റയ്ക്കും ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/n ഫിക്സ് ചെയ്യുക. ഓരോ എന്നിനും n ഈക്വൽ ടു 1 n ഈക്വൽ ടു 2 n ഈക്വൽ ടു 3 അങ്ങനെ ഓരോ 1/1 1/2 1/3യും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതുപോലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് കിട്ടും. അവരുടെയൊക്കെ ഡെൽറ്റ നൈബർഹുഡ്സ് എടുത്തിട്ട് അവരുടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. അങ്ങനെ ഇങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് കുറേ, അതായത് ഡെൽറ്റ ഈക്വൽ ടു 1/1 ആകുമ്പോൾ നമുക്കൊരു കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് കിട്ടും. ഡെൽറ്റ ഈക്വൽ ടു 1/2 ആകുമ്പോൾ കുറച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് കിട്ടും. ഇങ്ങനെയുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസുകളുടെയൊക്കെ കളക്ഷൻ, അതാണ് എസ് എന്ന് പറയുന്നത്. ഓൾറെഡി n നാച്ചുറൽ നമ്പർ, n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആണ്, നാച്ചുറൽ നമ്പർ കൗണ്ടബിൾ ആണ്. ആ n കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ 1/n എടുക്കുന്നത്. അപ്പോൾ 1/n കൗണ്ടബിൾ ആയതുകൊണ്ട് എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ ഓരോ 1/n കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ എസ്സും കൗണ്ടബിൾ ആയിരിക്കും. പിന്നെ എസ് ഡെൻസ് ആണ്, നമുക്ക് കാണിക്കാൻ പറ്റും ഈസിലി. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിൻ്റെ പ്രകാരമാണ് നമ്മളിവിടെ ബാക്കിയുള്ള പ്രൂഫ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് എവറി സീക്വൻസ് ഓഫ് എക്സ്
ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് ദെൻ എക്സ് ഈസ് സെപ്പറബിൾ. സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്ന കളക്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്ന കളക്ഷൻ്റെ ഉള്ളിൽ കുറേ ഓപ്പൺ ബോൾസുകളാണുള്ളത്. ആ ഓപ്പൺ ബോൾസുകളുടെ പ്രത്യേകത എന്താ? ആ ഓപ്പൺ ബോൾസുകളുടെ റേഡിയസ് റാഷണൽ നമ്പർ ആയിരിക്കണം. അതുപോലെ ഇവരുടെ ഓരോന്നിനും സെൻറ്റർ, ഓരോ ഓപ്പൺ ബോൾസിനും സെൻറ്റർ എവിടെ ഉണ്ടായിരിക്കണം? എയിലുണ്ടായിരിക്കണം. നമുക്കറിയാം എ കൗണ്ടബിൾ ആണ്, എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ എ കൗണ്ടബിൾ ആണ്, അതുപോലെ റാഷണൽ നമ്പർ കൗണ്ടബിൾ ആണ്. അപ്പോൾ എന്ത് നമുക്ക് പറയാൻ പറ്റും? ഡയറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്നത് ആ കളക്ഷനുള്ള ഓപ്പൺ ബോൾസുകൾ എന്തായിരിക്കും? ആ കളക്ഷൻ കൗണ്ടബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സി എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ബോൾസുകൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ എങ്ങനെയുള്ള ഓപ്പൺ ബോൾസുകളാണ്? സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്ന കളക്ഷനിലെ ഓപ്പൺ ബോൾസുകളാണ്. എല്ലാ ഓപ്പൺ ബോൾസുകളും ഇല്ല. സ്ക്രിപ്റ്റ് ബിയിലെ എല്ലാ ഓപ്പൺ ബോൾസുകളും സ്ക്രിപ്റ്റ് സിയിലില്ല. എങ്ങനെയുള്ള ഓപ്പൺ ബോൾസുകളാണ് സ്ക്രിപ്റ്റ് സിയിലുള്ളത്? സ്ക്രിപ്റ്റ് ബിയിലത്തെ ഏതൊക്കെ ഓപ്പൺ ബോൾസുകളാണോ കളക്ഷൻ ജി ആൽഫ എന്ന് പറയുന്ന നമ്മുടെ ഓപ്പൺ കവറിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റിൻ്റെ ഉള്ളിലുള്ളത്, ആ ഓപ്പൺ ബോൾസുകളാണ്, അത്തരത്തിൽ വരുന്ന ഓപ്പൺ ബോൾസുകളാണ് എവിടെ ഉണ്ടാവുക? സ്ക്രിപ്റ്റ് സി എന്ന് പറയുന്ന കളക്ഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സി സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. ബി കൗണ്ടബിൾ ആണ്, അപ്പോൾ സിയും എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. ഇനി ഏതൊരു എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ജി ആൽഫ ഉണ്ട്, സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ജി ആൽഫ ആയിരിക്കും. സിൻസ് ജി ആൽഫ ഓപ്പൺ ആണ്, അപ്പോൾ ദർ എക്സിസ്റ്റ് നമുക്ക് പറയാൻ പറ്റും ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്, സച്ച് ദാറ്റ് ബി എപ്സിലോൺ ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് ജി ആൽഫയാണ്. ഇനി എ ഡെൻസ് ആണ്, എ ഡെൻസിന് എക്സ് ആണ്. എ ഡെൻസിന് എക്സ് ആണെങ്കിൽ എന്താ പ്രത്യേകത? എക്സിൻ്റെ ഉള്ളിലത്തെ എ ക്ലോഷർ ഇസിക്വൽ ടു എക്സ് ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ ഉള്ളിലത്തെ ഏതൊരു പോയിന്റ് എടുത്താലും ഒന്നെങ്കിൽ എക്സ് എയിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സ് എയുടെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. എയുടെ ലിമിറ്റ് പോയിന്റ് ആണ് എക്സ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ ഏതൊരു നൈബർഹുഡ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ എക്സ് അല്ലാത്ത എയിലത്തെ വേറെ ഏതോ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വൈ എന്ന് പറയുന്ന എയിലത്തെ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ എപ്സിലോൺ ബൈ 3 നൈബർഹുഡിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും എന്ത്? എക്സ് എലമെൻറ്റ് ഓഫ് ബി എപ്സിലോൺ ബൈ 3 ഓഫ് ഐ ആണ്, എക്സ് എലമെൻറ്റ് ഓഫ് ബി 2 എപ്സിലോൺ ബൈ 3 ഓഫ് ഐ ആണ്. ഇവ രണ്ടും നമുക്കറിയാം ബി എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ജി ആൽഫ ആണെന്ന്. ഈ ബി 2 എപ്സിലോൺ ബൈ 3 എന്ന് പറയുന്നതും ബി എപ്സിലോൺ ബൈ 3 ഓഫ് വൈ എന്ന് പറയുന്നതൊന്നും ബി എപ്സിലോൺ ഓഫ് എക്സിന് മുകളിലോട്ട് പോവില്ല. അപ്പോൾ ബി എപ്സിലോൺ ബൈ 3 ഓഫ് ഐയും ബി 2 എപ്സിലോൺ ബൈ 3 ഓഫ് ഐയും സബ്സെറ്റ് ഓഫ് ജി ആൽഫ ആയിരിക്കും. ഇനി ഒരു ക്യൂ ഞാൻ റാഷണൽ നമ്പറിൽ നിന്ന് സെലക്ട് ചെയ്യാണ്, സച്ച് ദാറ്റ് ക്യൂ എപ്സിലോൺ ബൈ 3യുടെയും 2 എപ്സിലോൺ ബൈ 3യുടെയും ഇടയിലാണ്. അപ്പോൾ എക്സ് ബി ക്യൂ ഓഫ് വൈയിൽ ഉണ്ടായിരിക്കും, കാരണം എപ്സിലോൺ ബൈ 3 റേഡിയസ് ആയിട്ട് വൈ സെൻറ്റർ ആയിട്ട് വരുന്ന ഓപ്പൺ ബോൾസിൻ്റെ ഉള്ളിൽ എക്സ് ഉണ്ട്. 2 എപ്സിലോൺ ബൈ 3 റേഡിയസ് ആയിട്ട് വൈ സെൻറ്റർ ആയിട്ട് വരുന്ന ഓപ്പൺ ബോൾസുകളുടെ ഉള്ളിലും ആരുണ്ട്? എക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂ റേഡിയസ് ആയിട്ട് വൈ സെൻറ്റർ ആയിട്ട് വരുന്ന ഓപ്പൺ ബോൾസുകളുടെ ഉള്ളിലും എക്സ് ഉണ്ടായിരിക്കും, കാരണം എപ്സിലോൺ ബൈ 3യുടെയും 2 എപ്സിലോൺ ബൈ 3യുടെയും ഇടയിലാണ് ക്യൂ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ നമുക്ക് കിട്ടി എന്ത്? ബി 2 എപ്സിലോൺ ബൈ 3 ഓഫ് ഐ സബ്സെറ്റ് ഓഫ് ജി ആൽഫയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എക്സ് എലമെൻറ്റ് ഓഫ് ബി ക്യൂ ഓഫ് ഐ സബ്സെറ്റ് ഓഫ് ജി ആൽഫയാണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി ബി ക്യൂ ഓഫ് വൈ എന്ന് പറയുന്ന ബോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ബി ക്യൂ ഓഫ് വൈ എന്ന് പറയുന്ന ബോളിൻ്റെ പ്രത്യേകത ക്യൂ റേഡിയസും വൈ സെൻറ്ററുമാണ്. ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്, അപ്പോൾ റാഷണൽ നമ്പർ റേഡിയസും വൈ എന്ന് പറയുന്നത് എയിലത്തെ ഒരു പോയിൻ്റാണ്. റാഷണൽ നമ്പർ റേഡിയസും ആ ബോളിൻ്റെ സെൻറ്റർ എയിലുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോൾ എവിടെ ഉണ്ടായിരിക്കും? സ്ക്രിപ്റ്റ് ബിയിലുണ്ടായിരിക്കും. ഇനി ഈ സ്ക്രിപ്റ്റ് ബിയിലുള്ള ഈ ബോൾ കളക്ഷൻ സബ്സെറ്റ് ഓഫ് ജി ആൽഫയാന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് കളക്ഷൻ ജി ആൽഫയുടെ ഏതൊരു ഓപ്പൺ സെറ്റിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഈ ബി ക്യൂ ഓഫ് ഐ എവിടെ ഉണ്ടായിരിക്കും? സിയിലുണ്ടായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഏതൊരു എക്സ് എടുത്താലും ആ എക്സ്, അതായത് നമുക്ക് എന്ത് നേരത്തെ കിട്ടിയത് എക്സ് എലമെൻറ്റ് ഓഫ് ഏതൊരു എക്സ് എടുത്താലും ആ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ ബി ക്യൂ ഓഫ് വൈ സിയിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്ത് പറയും? എക്സിൻ്റെ ഉള്ളിലുള്ള ഏതൊരു എക്സ് നമ്മളെടുത്താലും ആ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ നമുക്ക് കിട്ടും. എവിടെ കിട്ടും? സിയിൽ കിട്ടും. അങ്ങനെ എക്സിലുള്ള ഏതൊരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓപ്പൺ ബോൾ സിയുടെ ഉള്ളിൽ കിട്ടും. അതിനർത്ഥം എന്താ? ഈ സി എന്ന് പറയുന്നത് എക്സിനെ കവർ ചെയ്യും. സി കൗണ്ടബിൾ ആണ്, അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ ഓപ്പൺ കവർ ഓഫ് എക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സിയുടെ ഉള്ളിലുള്ള ഏതൊരു ബോൾ നമ്മൾ എടുത്താലും സിയുടെ പ്രത്യേകത എന്താ? സിയുടെ ഉള്ളിലുണ്ടാവുന്ന ബോൾസുകൾ
കളക്ഷൻ ജി ആൽഫ എന്ന് പറയുന്ന ഓപ്പൺ കവറിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ സിയുടെ ഉള്ളിലുള്ള ഏതൊരു ബോൾ ബി എടുത്താലും ആ ബി എന്ന് പറയുന്നത് കളക്ഷൻ ജി ആൽഫയുടെ ഏതെങ്കിലും ഒരു ഓപ്പൺ സെറ്റിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിനൊരു ആൽഫ ബി എന്ന് പറയുന്ന ഇൻഡെക്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി എലമെൻറ്റ് ഓഫ് ജി ആൽഫ ബി ഉണ്ടായിരിക്കും. അതായത് സി കൗണ്ടബിൾ ആണ്, സി എക്സിനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിയുടെ ഉള്ളിലുള്ള ഏതൊരു ബോൾ എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊരു ജി ആൽഫ ബി എന്ന് പറയുന്ന കളക്ഷൻ ജി ആൽഫ ബിയിലത്തെ ഒരു ഓപ്പൺ സെറ്റ് കിട്ടും. സിയുടെ ഉള്ളിലുള്ള എല്ലാ ബോൾസുകളും എടുത്താലും നമുക്ക് ഇതുപോലെ ഒരു ജി ആൽഫ ബി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കളക്ഷൻ ജി ആൽഫ ബി സിനെ കവർ ചെയ്യും. അതായത് കളക്ഷൻ ജി ആൽഫ ബി എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിരിക്കും. കാരണം ഓരോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ജി ആൽഫ ബി കിട്ടുന്നത്. ബി എന്ന് പറയുന്നത് സി എന്നാണ് എടുക്കണത്. സി കൗണ്ടബിൾ ആണ്. അങ്ങനെ കൗണ്ടബിൾ മെമ്പേഴ്സാണ് സി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ സിയിലുള്ള ഓരോ ബിക്കും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ജി ആൽഫ ബി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കളക്ഷൻ ജി ആൽഫ ബി കൗണ്ടബിൾ ആണ് ആൻഡ് കളക്ഷൻ ജി ആൽഫ ബി സീനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കളക്ഷൻ ജി ആൽഫ ബി സച്ച് ദാറ്റ് ബി എലമെൻറ്റ് ഓഫ് സി എന്ന് പറയുന്നത് കൗണ്ടബിൾ സബ് കവർ ഓഫ് എക്സ് ആണ്. നമുക്ക് എന്താ ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത്? ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിവിടെ കിട്ടിയത് ഏതൊരു ഓപ്പൺ കവർ, അതായത് കളക്ഷൻ ജി ആൽഫ എന്ന് പറയുന്ന ഓപ്പൺ കവറിന് കൗണ്ടബിൾ സബ് കവർ ഉണ്ടെന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് കൗണ്ടബിൾ ഓപ്പൺ കവർ ഓഫ് എക്സിനെ ഞാനിനി കളക്ഷൻ ജി എൻ എന്ന് വിളിക്കുകയാണ് ഇനി മുതൽ. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് ഫൈനൈറ്റ് സബ് കവർ ഇല്ല എന്ന് അസ്യൂം ചെയ്യാണ്. ആൻഡ് നമ്മളൊരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യും. ആ സീക്വൻസിന് കൺവെർജൻറ്റ് സബ് സീക്വൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആയിരിക്കും. അതാണ് ഇനി നമ്മൾ പ്രൂവ് ചെയ്യാം. ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളക്ഷൻ ജി ആൽഫ ഞാൻ എടുത്തു. അത് എക്സിനെ കവർ ചെയ്യണമെന്ന് നമുക്കറിയാം. ഇനി അതിന് ഫൈനൈറ്റ് സബ് കവർ ഇല്ല എന്നാണല്ലോ നമ്മൾ അസ്യൂം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ടേംസുകൾ കളക്ഷൻ ജി ആൽഫയിൽ നിന്ന് എടുത്തിട്ട് അവരുടെ യൂണിയൻ എടുക്കുമ്പോൾ എക്സ് നമുക്ക് കിട്ടില്ല, ഏതൊരു എൻ എടുത്താലും. ഇനി നമ്മൾ സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. സീക്വൻസിൽ x1ൻ്റെ പ്രത്യേകത ചൂസ് x1 എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് സിൻസ് കളക്ഷൻ ജി എൻ കവേഴ്സ് എക്സ് ദർ എക്സിസ്റ്റ് ആൻ n1 സച്ച് ദാറ്റ് x1 എലമെൻറ്റ് ഓഫ് ജി n1 ആണ്. അതുപോലെ x2 സെലക്ട് ചെയ്യാണ് സച്ച് ദാറ്റ് x2 നോട്ട് എലമെൻറ്റ് ഓഫ് യൂണിയൻ കെ അല്ല കേട്ടോ, യൂണിയൻ n റണ്ണിങ് ഫ്രം 1 to n1 ജി എൻ. അതായത് G1 മുതൽ Gn1 വരെയുള്ള ഒറ്റ ജികളിലും ആരില്ല? x2 ഇല്ല. ഒറ്റ ഓപ്പൺ സെറ്റുകളിലും ആരില്ല? x2 ഇല്ല. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എന്താ? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എക്സ് cannot be covered by finite subset of കളക്ഷൻ ജി എൻ എന്നാണ്. സോ സിൻസ് കളക്ഷൻ ജി എൻ കവേഴ്സ് എക്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു n2 ഉണ്ട് സച്ച് ദാറ്റ് x2 എലമെൻറ്റ് ഓഫ് Gn2. അതുപോലെ ഒരു x3 എലമെൻറ്റ് ഓഫ് എക്സ് എടുത്തു സച്ച് ദാറ്റ് x3 നോട്ട് എലമെൻറ്റ് ഓഫ് യൂണിയൻ n റണ്ണിങ് ഫ്രം 1 to n2 Gn. ചൂസ് n3 സച്ച് ദാറ്റ് x3 എലമെൻറ്റ് ഓഫ് Gn3. ഇനി കണ്ടിന്യൂ ലൈക്ക് ദിസ് നമുക്ക് എന്ത് കിട്ടും? xk എലമെൻറ്റ് ഓഫ് Gnk ആൻഡ് xk നോട്ട് എലമെൻറ്റ് ഓഫ് യൂണിയൻ n റണ്ണിങ് ഫ്രം 1 to nk-1 Gn ആണ്. സോ നമുക്കിതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് Gnkയും Gnനും ഈക്വൽ അല്ല ഫോർ n റണ്ണിങ് ഫ്രം 1 to 3 extra nk-1. അതുപോലെ സീക്വൻസ് nk എന്ന് പറയുന്നത് ഒരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആണ്. നമുക്കറിയാം ഏതൊരു സീക്വൻസ് xn എടുത്താലും എക്സിലെ ഏതൊരു സീക്വൻസ് xn എടുത്താലും അതിനൊരു കൺവേർജൻ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ഒരു x എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു കൺവേർജൻ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കളക്ഷൻ ജി എൻ എന്ന് പറയുന്നത് എക്സിനെ കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് എലമെൻറ്റ് ഓഫ് Gn ആണ് ഫോർ സം n. അതുപോലെ നമ്മളുടെ ഈ കൺസ്ട്രക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് xk നോട്ട് എലമെൻറ്റ് ഓഫ് Gn ഫോർ ഓൾ k ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു kn. അതെങ്ങനെ പറയാൻ പറ്റുക? നമുക്കറിയാം ഇവിടെ x3 എലമെൻറ്റ് ഓഫ് Gn3 ആണ്, പക്ഷേ x4 നോട്ട് എലമെൻറ്റ് ഓഫ് Gn3 ആണ്, x5 നോട്ട് എലമെൻറ്റ് ഓഫ് Gn3 ആണ്, x6 നോട്ട് എലമെൻറ്റ് ഓഫ്, അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. xk നോട്ട് എലമെൻറ്റ് ഓഫ് യൂണിയൻ n റണ്ണിങ് ഫ്രം 1 to nk-1 Gn, അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ xkകളും Gnൽ ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എക്സ് എലമെൻറ്റ് ഓഫ് Gn ആണ് അറ്റ് സീക്വൻസ് xn ആൻഡ് ഹെൻസ് എനി സബ് സീക്വൻസ് ഓഫ് xn എടുത്താലും അത് ഒരു സം പോയിന്റ് കഴിഞ്ഞാൽ ആ സബ് സീക്വൻസ് Gnൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ല. ഇത് എന്തിനുള്ള കോൺട്രഡിക്ഷനാണ്? നമ്മൾ സീക്വൻസ് xnന് ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സബ് സീക്വൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനൊരു കോൺട്രഡിക്ഷനാണ്. കാരണം ഇവിടെയുള്ള സീക്വൻസ് എക്സ് കെ എന്ന് പറയുന്ന സീക്വൻസ് എക്സ് എന്നിൻ്റെ സബ് സീക്വൻസ് ഡൈവേർജ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ എസ്യൂം ചെയ്ത കാര്യം തെറ്റായതുകൊണ്ടാണ്. അതായത് ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും. എക്സ് കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഹെൻസ് ദ പ്രൂഫ്.